ന്യൂസിലാൻഡിൽ ജോബ് വേക്കൻസി ഉണ്ടോ, കറന്റ് ചാൻസസ് എന്തൊക്കെയാണ്, അതുപോലെ ബേസിക് പേ എത്ര കിട്ടും, അതുപോലെ നേഴ്സസിന്റെയും മറ്റ് പ്രൊഫഷണൽസിന്റെയും സാലറി റേഞ്ച് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഒക്കെ ഉണ്ടാകും ന്യൂസിലാൻഡിൽ, ബട്ട് എക്സ്പെൻസ് കൂടുതലാണ്, ടാക്സ്, ഫ്യൂവല്. അപ്പം നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കാം. പിന്നെ ജോലി വേക്കൻസി എന്ന് പറയുന്നത്, ശരിക്കും ജോബ് വേക്കൻസീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ജോബ് വേക്കൻസീസ് ഇവിടെ ഉണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ആ ഒരു റിക്രൂട്ട്മെന്റിന്റെ ബൂമിങ് കൂടുതലായിരിക്കും, ചില സമയങ്ങളിൽ അത് കുറയും. അപ്പൊ ആ ഒരു കുറഞ്ഞു നിൽക്കുന്ന സമയമാണിത്. ഇൻസൈഡ് ന്യൂസിലാൻഡിലുള്ളവർക്ക് അറിയാം, ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലൊക്കെ വേക്കൻസീസ് ഉണ്ട്. പക്ഷെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റെ ഭാഗമായിട്ട് അവർ കുറച്ചൊക്കെ അവർ ആൾക്കാരെ എടുക്കാതെയും ഇന്റേണൽ ട്രാൻസ്ഫറുകൾ ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓസ്കിയും ഐക്യുവിനും ഒക്കെ പാസ്സായി നിൽക്കുന്ന ആളുകൾക്ക് അതൊരു നല്ല വാർത്തയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയത്തില്ലേ, പാർട്ട്ണർ വിസയിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അങ്ങനെയുള്ളവരൊക്കെ വരുമ്പം അവർ വിചാരിക്കും അവർക്ക് ജോലി ഇവിടെ കിട്ടുമോ എന്ന്. നിങ്ങൾ ഒരിക്കലും വറി ചെയ്യേണ്ട. കെയർ ഗീവർ സെക്ടറിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ കെയർ ഗീവർ വേക്കൻസീസ് ഒരുപാടുണ്ടാകും. സപ്പോർട്ട് വർക്കർ, ഹെൽത്ത് കെയർ അസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഊബർ, പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡ്, അതുപോലെ നമ്മൾ പാക്ക് ആൻഡ് സേവ്, ബണ്ണിങ്സ്, അതുപോലെയുള്ള വെയർ ഹൗസ് അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് സ്റ്റാഫ് വേക്കൻസീസ്, അങ്ങനെ ഒരുപാട് മേഖലയിൽ ജോലി വരും. അപ്പോൾ നിങ്ങളത് ഒരിക്കലും എനിക്കിവിടെ ജോലി കിട്ടില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് ജോലി ഇവിടെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ജോലിക്ക് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് ഇൻ്റർവ്യൂസ് ഉണ്ടാകും. പക്ഷേ ഈ ഇൻ്റർവ്യൂ അത്ര പ്രയാസമുള്ള കാര്യമൊന്നും അല്ല, ഒരു ചെറിയ രീതിയിലുള്ള ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ നമ്മൾ ന്യൂസിലാൻഡ് എന്ന് അറിയാവുന്നത് കൊണ്ട് ഇപ്പോൾ നോർമൽ, ചിലപ്പോൾ നിങ്ങൾക്ക് PR സമയത്ത് ഒരു 5.5 റേഞ്ചൊക്കെ ആ ഒരു PT ഒക്കെ എഴുതി കൊടുക്കേണ്ടി വരും. ഈ സപ്പോർട്ട് വിസയിൽ വരുന്നവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അവർക്ക് പക്ഷേ നിങ്ങൾക്ക് അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോഴും അവർ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ആ ഇൻ്റർവ്യൂവിൽ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളും കാഷ്വലായിട്ട് അറിയാവുന്ന ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞാൽ മതി. അപ്പോൾ അവർക്ക് ജോലി വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെതായ യോഗ്യത ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യും. അതാണ് ന്യൂസിലാൻഡ്. പിന്നെ നമ്മൾ പറയത്തില്ലേ, പുതിയൊരു രാജ്യത്തേക്ക് വരുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് അത്രയധികം പ്രൊഫഷ്യൻ്റ് ആയിരിക്കില്ല, അതും അവർക്ക് മനസ്സിലാകും. പിന്നെ പ്രൊഫഷണൽ ആയിട്ട് വരുന്നവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള IELTS അല്ലെങ്കിൽ OET സ്കോറൊക്കെ ഉണ്ട്. അത് തന്നെ അവർ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അത് നമ്മൾ പാലിക്കണം. ഇൻ്റർവ്യൂവിനും അതിൻ്റെതായ ക്രൈറ്റീരിയ ഉണ്ട്, അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. പക്ഷേ അവരെപ്പോഴും നമ്മളോടൊരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ നല്ലൊരു ടോണിലായിരിക്കും നമ്മളോട് സംസാരിക്കും. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഓൺലൈൻ ഇൻ്റർവ്യൂ, ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യും. പിന്നെ ഏതൊക്കെ സെക്ടറിലാണ് ജോലി ഒഴിവുകൾ കൂടെയുള്ളത്, സാലറി റേഞ്ച് എത്രയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ന്യൂസിലാൻഡിലെ ബേസിക് പേ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി വരുന്നത് 23.95 ആണ് ഈ 2026 അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ബേസിക് പേ. അതായത് 16+ ഇയേഴ്സിലുള്ള ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ബേസിക് പേ ഇതാണ്, അതായത് എന്ത് ജോലിക്കും. പക്ഷെ അതുപോലെ തന്നെ ഇപ്പം ട്രെയിനിങ് ഒക്കെ ആണെങ്കിൽ 19.16 ആയിരിക്കും പെർ അവറിലേക്ക് വരാൻ പോകുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ നോർമലി നമുക്കറിയാം ഹൈ ഡിമാൻഡ് ജോബ്സ് എന്ന് പറയുന്നത് മെയിൻലി ഹെൽത്ത് കെയർ സെക്ടറാണ്. നേഴ്സസ്, കെയർ ഗീവേഴ്സ്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ട്രേഡ്സ്, ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, IT ഫീൽഡ്സ്, കൺസ്ട്രക്ഷൻ ഫീൽഡ്, അഗ്രികൾച്ചർ, അവിടെയൊക്കെയാണ് ജോലി വേക്കൻസീസ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അവിടുത്തെ സാലറി റേഞ്ച് നമുക്ക് നോക്കാം. ശരിക്കും ഒരു നേഴ്സ് ആണെങ്കിൽ ഒരു RN 35 തൊട്ട് $52 പെർ അവർ ആണ് കിട്ടേണ്ടത്. പക്ഷേ അത് സീനിയോറിറ്റിക്ക് അനുസരിച്ചും പല പൊസിഷനുകൾ മാറുന്നതിനനുസരിച്ചും ആ ഒരു റേഞ്ചിൽ വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയത്തില്ലേ, നൈറ്റ് റേറ്റ്, വീക്കെൻഡ് റേറ്റ്, അങ്ങനെയൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അതായത് ഒരു ദിവസം രാത്രി 8 മണിക്ക് ശേഷം ആ പേ മാറും. 1.25 ആണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു $50 കിട്ടുന്ന ഒരാളാണ്, പെർ അവർ $50 കിട്ടുന്ന ഒരാളാണെങ്കിൽ, അപ്പോൾ ആൾ രാത്രി 8 മണിക്ക് ശേഷം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 50 എന്നുള്ളത് ഒരു $65 അല്ലെങ്കിൽ $64 മാറും. അതുപോലെ തന്നെ ഒരു സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് $75 മാറും. ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ അത് $100 മാറും. അതാണ് 1.5 to അങ്ങനെയുള്ള കണക്കുകളൊക്കെ ഉണ്ട്. അത് നമ്മളുടെ ഫാമിലി ടൈം നമ്മൾ ചെയ്യേണ്ട സമയത്ത് ന്യൂസിലാൻഡ് ആ ഒരു നമ്മൾ പറയത്തില്ല, നമ്മൾ പേഷ്യൻസിനെ നോക്കാൻ വേണ്ടിയും, അതായത് നമ്മളുടെ ഫാമിലി ടൈം കളഞ്ഞ് നമ്മളൊരു വർക്ക് ചെയ്ത് നമ്മളൊരു ഇൻപുട്ട് എടുക്കുമ്പോൾ
അതിനുള്ള ഒരു റിവാർഡ് പോലെയാണ് അവർ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കെയർ ഗീവേഴ്സ് ആണെങ്കിൽ $26 to $34. പക്ഷെ ഡിപ്പെൻസ് ഓൺ എക്സ്പീരിയൻസ് അത് കൂടുകയും ചെയ്യും. അതുപോലെ നൈറ്റ് റേറ്റ്, വീക്കെൻഡ് റേറ്റ് എല്ലാം ഉണ്ട്. അപ്പം അവർക്കും ആ ഒരു വീക്കെൻഡ് റേറ്റ് ഒക്കെ വരുമ്പോൾ ഇത് $50 ഒക്കെ മുകളിലേക്ക് പോകും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ പറഞ്ഞത്, നമുക്ക് ജോലി ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ, അതുപോലെ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടും. അതുപോലെ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർ നമുക്ക് ചെയ്തു തരും. പിന്നെ അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിൽ $28 തൊട്ട് $45. അതുപോലെ റീറ്റെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് $23 to $26. IT ഫീൽഡിൽ $40 തൊട്ട് $70 വരെ കിട്ടും. അപ്പം ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് ആവശ്യം എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സെക്ടർ, IT ഫീൽഡ്, കൺസ്ട്രക്ഷൻ ഫീൽഡ്, പിന്നെ പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യനൊക്കെ ഹൈ ഡിമാൻഡാണ്. പിന്നെ ഓഫീസ് ജോബ്സും അഡ്മിനിസ്ട്രേഷൻ, മാനേജറൽ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആ ഒരു ഡ്യൂട്ടികൾക്കൊക്കെയാണ് ശരിക്കും ഹൈ ഡിമാൻഡ്. നമ്മൾ പറയത്തില്ലേ, ഹൈ ഡിമാൻഡ് അല്ല, കോമ്പറ്റീറ്റീവ് എന്ന് നമ്മൾ. സാലറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിൽ നല്ല രീതിയിലുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാടുണ്ടല്ലോ എന്ന്. പക്ഷേ എക്സ്പെൻസ് കൂടുതലാണ്, അതുപോലെ ടാക്സ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരാൾക്ക് ഒരു 1 lakh സാലറി ഇയറിൽ, ബേസിക് സാലറി, നൈറ്റ് റേറ്റും വീക്കെൻഡും ഒന്നും കൂടാതെ ബേസിക് സാലറി ഉള്ള ഒരാളാണെങ്കിൽ പെർ മന്ത് ഒരു 6,200 6,300 അവർക്ക് കയ്യിൽ കിട്ടും ആഫ്റ്റർ ടാക്സ്. പക്ഷേ അപ്പോഴും ഉണ്ട്, എക്സ്പെൻസ് കൂടുതലാണ്. 2-3 വണ്ടിയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ പെട്രോൾ അടിക്കണം. പിന്നെ അതുപോലെ തന്നെ പാക്ക് ആൻഡ് സേവ് വിത്ത് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ $400 to $500 നമുക്ക് ഫോർട്ട്നൈറ്റ്ലി പാക്ക് ആൻഡ് സേവിൽ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ ഇൻഷുറൻസുകൾ, കുട്ടികളുടെ ഫീസ്, ഗവൺമെൻറ്റിലൊക്കെ ഫ്രീ ആണ് എഡ്യൂക്കേഷൻ. പക്ഷേ നമ്മളിപ്പം കാത്തലിക് സ്കൂളിലൊക്കെയാണ് വിടുന്നതെങ്കിൽ അവിടെ ഒരു ഫീസ് ഉണ്ട്. അതുപോലെ കിൻഡർ ഗാർഡനിൽ അണ്ടർ 3 years നമ്മൾ ഫീസ് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു എക്സ്പെൻഡിച്ചേഴ്സ് വരും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു പർച്ചേസ് ചെയ്യണം, നമ്മുടെ ഷോപ്പിങ്, അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി യൂട്ടൻസിൽസ്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ വരുമ്പോൾ അവിടെ എല്ലാ ചിലവ് വരികയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ മോർഗേജ്, വീടൊക്കെ ഉള്ളവരാണെങ്കിൽ മോർഗേജ് അടയ്ക്കുന്നത് ഒരു 1,500 തൊട്ട് 2,500 വരെ അടയ്ക്കുന്നവരുണ്ടാകാം ഫോർട്ട്നൈറ്റ്ലി. അതുപോലെ റെൻ്റ് ആണെങ്കിൽ റെൻറ്റും അതുപോലെ തന്നെ ഒരു 1,300 തൊട്ട് 1,500 1,600 വരെ റെൻ്റ് അടയ്ക്കുന്നവരുണ്ടാകാം ഫോർട്ട്നൈറ്റ്ലി. അപ്പോൾ അതൊക്കെ തന്നെ ഒരു ചിലവാണ്. പിന്നെ നമ്മൾ ഷെയറിങ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഈ ബാച്ചലേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു വീട്ടിൽ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പെർ വീക്ക് $200 അല്ലെങ്കിൽ 180, ആ ഒരു 250 വരെ. പിന്നെ വിത്ത് ഫുഡ്, വിത്തൗട്ട് ഫുഡൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഡിപ്പെൻസ് ഓൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് താമസിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വീടെടുത്ത് 2-3 പേർ ഒരുമിച്ച് താമസിക്കുന്ന അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ചിലവുകൾ എപ്പോഴും ഉണ്ടാകും. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്ക് എപ്പോഴും ചിലവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചിലവും നമ്മുടെ ആ ഒരു സാലറിയും എല്ലാം കൂടെ നമ്മളൊന്ന് ശരിക്കും നല്ല രീതിയിൽ ബാലൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സേവിങ്സ് ഉണ്ടാകുകയുള്ളൂ നമ്മൾ പറയും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നാട്ടിൽ നിന്ന് മറ്റ് നേഴ്സുമാരാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ പാത്ത് വേ എങ്ങനെയാണെന്ന്. കാരണം നിങ്ങളത് IQനും IELTS പാസ്സാകല, OET പാസ്സായതിനു ശേഷം IQനും OSCE ഒക്കെ ക്ലിയർ ആണ്. അത് നമ്മളുടെ മറ്റുള്ള വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് അതിനുശേഷം നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്താലേ നമുക്ക് ഒരു നേഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മറ്റുള്ള പ്രൊഫഷണലുകൾക്ക് ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് മീ, സീക്ക്, അതുപോലെയുള്ള കിവി ജോബ്സ്, കിവി ഹെൽത്ത്, അങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ജോബ് സൈറ്റുകളാണ് ഒഫീഷ്യലായിട്ടുള്ളത്. അപ്പം അവിടെ നിങ്ങൾക്ക് ജോബ് വേക്കൻസീസ് കാണും. അപ്പോൾ അക്രഡിറ്റഡ് എംപ്ലോയർ ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് അവർ പറയണ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. പക്ഷേ നമ്മൾ ചെയ്യുന്നതിന് മുമ്പെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും, അവരൊരു ടൈം നമ്മളോട് പറയും. പിന്നെ അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുക്കണം. അതുപോലെ മെഡിക്കൽ ചെയ്യണം. പിന്നെ പ്രോസസ്സിങ്ങുകളെല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതൊന്നും വലിയ ഭാരമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഈ ന്യൂസിലാൻഡിലെ ഈ ഒരു ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്, കാഷ്വൽ ആണ്. അപ്പം അവരോട് നമ്മളുടെ കാര്യം പറയുമ്പോൾ അവർ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, അങ്ങനെ വേണം നമുക്ക് പറയാം, അണ്ടർസ്റ്റാൻഡിങ്. അപ്പം നമുക്ക് നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം എന്താണോ അവർ നമ്മളോട് ചോദിക്കും. ഏറ്റവും കൂടുതൽ ഫാമിലിയെ കൺസിഡർ ചെയ്യുന്നവരാണ് ഈ ന്യൂസിലാൻഡ് രാജ്യം. അപ്പം
നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കൺവീനിയൻറ്റ് ജോലി തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ന്യൂസിലാൻഡിലെ ഇപ്പോഴത്തെ ന്യൂസിലാൻഡിലെ സിറ്റുവേഷൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സിറ്റുവേഷൻ എപ്പോൾ വേണമെങ്കിലും മാറാം. പിന്നെ അതുപോലെ സീക്കിലും ട്രേഡ് മീലും ഒക്കെ ജോബുകൾ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. കാരണം ഫാം ഏരിയസിൽ, അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ, വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ആളുകളെ എടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അതുപോലെ നേഴ്സുമാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാത്വേയെക്കുറിച്ച് മറ്റുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. അതുപോലെ നിങ്ങൾ ജോബ് വേക്കൻസി ചെക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ജോബിന് നിങ്ങൾ ആ ഒരു ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മറ്റൊരു വീഡിയോ ഉണ്ട്. ചില ഓഫർ ലെറ്ററുകളൊക്കെ നമുക്ക് ചിലപ്പോൾ സ്കാമൊക്കെ ഉണ്ടാകാം. അതൊക്കെ നോക്കി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അതൊക്കെ നമ്മുടെ ഇമിഗ്രേഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കറക്റ്റ് റെസ്പോൺസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം ന്യൂസിലാൻഡ് ഇമിഗ്രേഷനും അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ റിപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫീൽ ഫ്രീ ടു കോൺടാക്ട്. കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.